മണ്ണാർക്കാട് നഗരസഭയിൽ മുണ്ടേക്കരാട് പൂക്കൂത്ത് റോഡിൽ കട്ട വിരിച്ചതുമായി തർക്കം നിലനിൽക്കെ കോൺക്രീറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സംഘർഷാവസ്ഥ. ഭിന്നശേഷിക്കാരായ സ്ത്രീ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ പ്രവൃത്തി തടസ്സപ്പെടുത്തി. പോലീസും നഗരസഭാ അധികൃതരും CPM കൗൺസിലർമാരും സംഭവസ്ഥലത്തെത്തി. എസ്റ്റിമേറ്റിൽ പറഞ്ഞ 46 മീറ്ററും ബാക്കി 13 മീറ്ററിന്റെ ഒരു വശവും കോൺക്രീറ്റ് ചെയ്യാമെന്ന നിർദ്ദേശം ഇരുവിഭാഗവും അംഗീകരിച്ചതോടെയാണ് രാവിലെ മുതൽ ആരംഭിച്ച സംഘർഷത്തിന് ഉച്ചയോടെ പരിഹാരമായത്. വയ്യാതായ ഒരാളല്ല, ജന്മന അങ്ങനെയുള്ള ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് ഇവര്. അപ്പൊ അവർക്ക് വരേണ്ട ഒരു വഴിയാണ് നമ്മൾ ആ ഒരു ഇതിന്റെ പേരിലാണ് നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ വേറെ ബുദ്ധിമുട്ടോ അസൗകര്യങ്ങളോ ഉണ്ടായിട്ടല്ല. അവർക്ക് 40 വയസ്സായി. 40 വയസ്സായിട്ടുള്ള വയ്യാതെ നടക്കാത്ത ആളാണ്. വീൽ ചെയർ അല്ലെങ്കിൽ മുറ്റത്തൊന്നും ഇറങ്ങാത്ത ആളാണ്. പൂക്കുത്ത് റോഡിന്റെ ആകെ നീളം 59 മീറ്ററാണ്. 2.5 ലക്ഷം രൂപ ചെലവിൽ റോഡിൽ കട്ടപതിക്കുന്ന പ്രവൃത്തി തുടങ്ങിയപ്പോൾ തന്നെ തർക്കം ഉടലെടുത്തിരുന്നു. 46 മീറ്റർ വരെ കട്ടപതിക്കാനാണ് തുക അനുവദിച്ചതെന്ന് നഗരസഭയും കരാറുകാരനും അറിയിച്ചതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് എത്തുകയായിരുന്നു. നാട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി 59 മീറ്ററും കട്ട വിരിച്ചു. എസ്റ്റിമേറ്റിൽ പെടാത്ത 13 മീറ്റർ ഭാഗത്തെ വിരിച്ച കട്ടകൾ എടുത്തു മാറ്റാൻ നഗരസഭാ അധികൃതർ നിർദ്ദേശിച്ചതനുസരിച്ച് കരാറുകാരൻ കട്ട എടുക്കാനെത്തിയത് ഈ ഭാഗത്തെ വീട്ടുകാർ തടഞ്ഞിരുന്നു. ഇതിനിടെ റോഡിന്റെ ഗുണഭോക്താക്കളിൽ ഒരാളായ ചീരത്തടയൻ അബ്ദുൾ നൌഫൽ ഹൈക്കോടതിയെ സമീപിച്ചു. റോഡ് നവീകരിക്കുകയാണെങ്കിൽ പൂർണ്ണമായും നവീകരിക്കണമെന്നും കട്ടവിരിക്കാത്ത ചെറിയൊരു ഭാഗം വെള്ളക്കെട്ടായി മാറുമെന്നും തന്റെ വീടിന്റെ മുൻവശത്ത് മാത്രമായി വെള്ളക്കെട്ട് രൂപപ്പെടുന്നതോടെ ഭിന്നശേഷിക്കാരിയായ സഹോദരിയടക്കം യാത്രാക്ലേശം സൃഷ്ടിക്കുമെന്നും പരാതിക്കാരൻ വാദിച്ചു. പരാതി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച നഗരസഭാ സെക്രട്ടറി M സതീഷ് കുമാർ പരാതിക്കാർക്ക് പറയാനുള്ളത് കേൾക്കുകയും റോഡ് സന്ദർശിക്കുകയും ചെയ്തു. നിലവിൽ 46 മീറ്റർ നവീകരിക്കാനുള്ള തുകയാണുള്ളത്. അടുത്ത ഘട്ടത്തിൽ തുക അനുവദിച്ച് ബാക്കി ഭാഗത്തെ നവീകരണവും പൂർത്തിയാക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച അധ്യക്ഷൻ C മുഹമ്മദ് ബഷീറും സെക്രട്ടറി സതീഷ് കുമാറും അറിയിച്ചിരുന്നു. തർക്കം നിലനിൽക്കെയാണ് ശനിയാഴ്ച രാവിലെ കോൺക്രീറ്റ് ചെയ്യാൻ കരാറുകാരൻ ജോലിക്കാരുമായി എത്തിയത്. ജോലി ആരംഭിച്ചതോടെ പരാതിക്കാരന്റെ ഭിന്നശേഷിക്കാരിയായ സഹോദരി ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ജോലി തടസ്സപ്പെടുത്തുകയായിരുന്നു. ഇതോടെ പോലീസും നഗരസഭാ അധ്യക്ഷനും സ്ഥലത്തെത്തി. എസ്റ്റിമേറ്റിൽ പറയുന്ന ജോലി ചെയ്യാൻ പോലീസ് സംരക്ഷണം നൽകണമെന്ന് കോടതി വിധിയുണ്ടെന്നും നഗരസഭാ അധ്യക്ഷൻ C മുഹമ്മദ് ബഷീർ പറഞ്ഞെങ്കിലും പോലീസ് പിന്മാറി. എസ്റ്റിമേറ്റിൽ പറയുന്ന പ്രവൃത്തിക്ക് പുറമെ അധ്യക്ഷന്റെ അധികാരം ഉപയോഗിച്ച് 50,000 രൂപ അനുവദിക്കാൻ തയ്യാറാണെന്ന് നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞു. ഇതിലെ 50,000 വരെ ചെയ്യാൻ ഓപ്ഷൻ ചെയർമാനുണ്ട്, കൗൺസിലറിന്റെ അധികാരമുണ്ട്. ആ 50,000 ചെയ്യാൻ തയ്യാറാണെന്ന് ചെയർമാന്റെ ധിക്കാരൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇതില് 76,000 രൂപ വേണം. അത് 50,000-ന് മേലെ വെക്കണം. ഈ പ്രൊജക്ട് വെക്കണം. ആ പ്രൊജക്റ്റാണ് 2025-26 വെച്ച് ചെയ്യാന്ന് പറഞ്ഞത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പത്രസമ്മേളനം നടത്തിയിട്ട് ഇവിടെ ലീഡർമാരായിട്ട് ആരും വന്നിട്ടൊന്നും കാര്യമില്ല. മനസ്സിലായോ? അല്ല, അതിൽ പറയാം. അല്ല, ഞാൻ പത്രക്കാരോടാണ് പറയണത്. അല്ല, ഇതില് ഈ ഇപ്പൊ വെച്ച എസ്റ്റിമേറ്റിന്റെ പുറത്ത് ഇതിന്റെ ചെയർമാന്റെ അധികാരം വെച്ചുകൊണ്ട് 50,000 രൂപയുടെ വർക്ക് കൂടി ഇവിടെ ചെയ്യാൻ തയ്യാറാണ്. വെറുതെ ജനങ്ങളെ തെറ്റിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ ഒന്ന് പത്രസമ്മേളനം നടത്തിയിട്ടൊന്നും കാര്യമില്ല. അതിന്റെ അപ്പുറത്തേക്ക് ചെയ്യണമെങ്കിൽ പ്രൊജക്ട് വെക്കണം. ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ അറിയണമല്ലേ? ആ പ്രൊജക്ട് 2025-26 വെച്ചുകൊണ്ട് ഇവിടുത്തെ നിർമ്മാണം പൂർത്തിയാക്കും. ഇപ്പൊ CI പറഞ്ഞ മധ്യസ്ഥ പ്രകാരം ആ മധ്യസ്ഥ പ്രകാരം ഒരു സൈഡ് ചെയ്യണമെങ്കിൽ അതും ചെയ്തു കൊടുക്കാന്ന്. വാശിയല്ല ഒരു നാടിന്റെ വികസന. ഈ മുണ്ടേക്കരാടും നമ്പ്യാപ്പടി ഭാഗത്ത് കാണുന്ന മുഴുവൻ വികസനം ഞാനോ അല്ലെങ്കിൽ എന്നോട് ബന്ധപ്പെട്ട കൗൺസിലർമാരോ ഒന്ന് കൂടുന്നത് തന്നെയാണ്. ആരിനെയും ഉപദ്രവിച്ചിട്ടില്ല. ഇതൊരു പ്രത്യേക രാഷ്ട്രീയ താല്പര്യം വെച്ചിട്ട് കഴിയന്മാരെ വാരി ഇവിടെ പറഞ്ഞിങ്ങനെ നോക്കിയിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കി നടക്കുന്ന ആൾക്കാരല്ല. അതല്ല ഞങ്ങളെ രാഷ്ട്രീയം. ഇതിനിടെ ഇടത് കൗൺസിലർമാരായ TR സെബാസ്റ്റ്യൻ, K മൻസൂർ എന്നിവരും സ്ഥലത്തെത്തി. ഉച്ചയോടെ നിർദ്ദേശം ഇരുകൂട്ടരും അംഗീകരിച്ചതോടെയാണ് രാവിലെ ആരംഭിച്ച സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത്. അതും അംഗീകരിക്കാം. ആ ഒരു സൈഡ് ചെയ്യട്ടെ. പക്ഷേ നിയമപരമായിട്ട് ഈ വർക്ക് ചെയ്യുന്ന ആൾക്ക് ബില്ല് കൊടുക്കണമെങ്കിൽ ഇതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കണ്ടേ? നാളെ ഞാൻ ചെയർമാനെന്ന് പറഞ്ഞിട്ട് പൂർത്തിയാക്കിയിട്ട് ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ ഈ പണി കരാറുകാരന്റെ റിസ്കിൽ ചെയ്യട്ടെ. നമ്മളൊക്കെ അല്ലേ കൗൺസിലുള്ളത്. നമുക്ക് ആ ബാക്കി പൈസ കൂടി കൊടുക്കാനൊരു തീരുമാനം അടുത്ത കൗൺസിലിൽ എടുക്കാവുന്നതല്ലോ. അല്ല, DPC കിട്ടിയാലേ പറ്റുള്ളൂ. അല്ല, അയാൾക്ക് അത് ആ പ്രൊജക്ട് വെച്ച് ഇതിന്റെ ആവശ്യക്കാര് എന്നോട് റിക്വസ്റ്റ് ലെറ്റർ തന്നാലേ അതിന്റെ അധികം ചെയ്യണത്. ബാക്കിയുള്ള 50,000 വരെയും ഈ വർക്കും ചെയ്യാം.
തുടർന്ന് കോൺക്രീറ്റ് ചെയ്യുന്ന ജോലി പുനരാരംഭിച്ചതോടെയാണ് നാട്ടുകാരടക്കം പിരിഞ്ഞുപോയത്. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.